മൂന്നാമത്തെ അടിസ്ഥാനപരമായ ഗൗരവതരമായ വിഷയം നമുക്കിവിടെ വിശകലനം ചെയ്യാം. അന്നൊരു കാലത്ത് മുജാഹിദ് പ്രസ്ഥാനം രംഗത്ത് വന്നത് മഹാത്മാക്കൾ അവർ മരിച്ചുപോയ മഹാന്മാരുടെ ആത്മാവുകളാണ്. അത്തരം ആത്മാവുകളിൽ നിന്ന് സഹായം സ്വീകരിക്കാം അല്ലെങ്കിൽ സഹായം ലഭിക്കും എന്ന് പറയുന്ന സുന്നി വിഭാഗത്തിന്റെ വീക്ഷണം അന്ധവിശ്വാസമാണ്. മാത്രമല്ല മറഞ്ഞ വഴിക്ക് ഉപകാരവും ഉപദ്രവവും ചെയ്യാൻ കഴിയുന്നത് അള്ളാഹുവിന് മാത്രമാണ്. അതുകൊണ്ട് അള്ളാഹുവിന്റെ സൃഷ്ടികളായ മഹാത്മാക്കളിൽ നിന്ന് മറഞ്ഞ വഴിക്ക് ഗുണം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നത് അള്ളാഹുവിന്റെ കഴിവിൽ പങ്കുചേർക്കലാണ്, ഷിർക്കാണ്, കുഫറാണ്, ഇസ്ലാമിക വൃത്തത്തിൽ നിന്ന് പുറത്തു പോകുന്ന കൊടും പാതകമാണെന്ന് മുജാഹിദ് പ്രസ്ഥാനം വിശദീകരിച്ചിരുന്നു. ഇന്നിപ്പോൾ ജിന്നുകൾക്കും പിശാചുകൾക്കും അതുപോലുള്ള ഒട്ടനേകം സൃഷ്ടിജാലങ്ങൾക്കും മറഞ്ഞ വഴിക്ക് ഉപകാരവും ഉപദ്രവവും ചെയ്യാൻ കഴിയുമെന്ന് മുജാഹിദ് പ്രസ്ഥാനം പഠിപ്പിക്കുന്നതോടുകൂടി, അംഗീകരിക്കുന്നതോടുകൂടി, സ്ഥിരീകരിക്കുന്നതോടുകൂടി പുതിയൊരു ക്രമപ്രശ്നം ഉയർന്നു വരുന്നു. മറഞ്ഞ വഴിക്ക് അല്ലെങ്കിൽ അഭൗതികമായ വഴിക്ക് അല്ലെങ്കിൽ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി ജിന്നുകൾക്കും പിശാചുകൾക്കും ഉപകാരവും ഉപദ്രവവും ചെയ്യാൻ സാധിക്കുമെങ്കിൽ അതുപോലെ അള്ളാഹുവിന്റെ സൃഷ്ടികളായ മഹാത്മാക്കൾക്ക് ഉപകാരം ചെയ്യാൻ സാധിക്കുമെന്ന് വിശ്വസിച്ചാൽ അത് എന്ത് അസാംഗത്യമാണുള്ളത് എന്ന് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ മറുഗ്രൂപ്പും സുന്നത്ത് ജമാഅത്തിന്റെ പ്രസിദ്ധീകരണവും ചോദിക്കുമ്പോൾ അക്ഷരാർത്ഥത്തിൽ മുജാഹിദ് പ്രസ്ഥാനം വിശദീകരണം നൽകാനാകാതെ പ്രതിസന്ധിയിലാക്കപ്പെട്ട ദൃശ്യമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. യഥാർത്ഥത്തിൽ തത്വത്തിൽ മറഞ്ഞ വഴിക്ക് ഉപകാരവും ഉപദ്രവവും ചെയ്യാൻ സൃഷ്ടികൾക്ക് കഴിയുമെന്ന തീരുമാനം അംഗീകരിച്ചതോടുകൂടി മുജാഹിദ് പ്രസ്ഥാനത്തിന് തൗഹീദിൽ സുന്നത്ത് ജമാഅത്തുമായി ഉണ്ടായിരുന്ന അടിസ്ഥാനപരമായ അകൽച്ച നഷ്ടപ്പെട്ടിരിക്കുകയാണ്. തത്വത്തിൽ തൗഹീദിന്റെ വീക്ഷണത്തിൽ സുന്നത്ത് ജമാഅത്തിന്റെ ആശയം മുജാഹിദ് പ്രസ്ഥാനം ഔദ്യോഗിക വിഭാഗം ഇതിനകം അംഗീകരിച്ചു കഴിഞ്ഞു. ഇന്നിപ്പോൾ അവർ പറയുന്നത് സൃഷ്ടികളിൽ നിന്ന് മറഞ്ഞ വഴിക്ക് ഗുണം പ്രതീക്ഷിക്കാം, പക്ഷേ സൃഷ്ടികൾ അള്ളാഹുവിന്റെ സൃഷ്ടികളാണെന്ന് വിശ്വസിക്കണം. രണ്ടാമതായി അള്ളാഹു നൽകിയ കഴിവിൽ നിന്നായിരിക്കണം ചോദിക്കേണ്ടത് എന്നാണ്. മഹാത്മാക്കളുടെ കാര്യത്തിൽ സുന്നി വിഭാഗം ഇത് തന്നെയാണ് പറഞ്ഞിരുന്നത്. അവർ അള്ളാഹുവിന്റെ സൃഷ്ടികളാണെന്ന് വിശ്വസിക്കണം, അള്ളാഹു നൽകിയ കഴിവിൽ നിന്നായിരിക്കണം ചോദിക്കേണ്ടത്. ഈ രണ്ടു പാതികൾ അംഗീകരിച്ചാൽ സൃഷ്ടികളോട് മറഞ്ഞ വഴിക്ക് ചോദിക്കാമെന്ന് അംഗീകരിക്കുന്ന മുജാഹിദ് പ്രസ്ഥാനത്തിന് തത്വത്തിൽ മഹാത്മാക്കളോട് സഹായം ചോദിക്കുന്നതിന് ഇനി മടിച്ചു നിൽക്കേണ്ടതില്ല. ഇതിനർത്ഥം തൗഹീദിന്റെ വിഷയത്തിൽ സുന്നത്ത് ജമാഅത്തുമായി രാജിയായി കഴിഞ്ഞു എന്നതിലേക്കാണ് ഈ സംഭവ വികാസങ്ങൾ വിരൽ ചൂണ്ടുന്നത്. ഇത്തരുണത്തിൽ കേരളത്തിൽ ഉടലെടുത്ത മുസ്ലിങ്ങൾക്കിടയിലെ ഭിന്നതകൾക്ക് പരിഹാരമാകാനുള്ള സാഹചര്യം തെളിഞ്ഞു വന്നിരിക്കുകയാണ്. പഴയ കാലഘട്ടത്തിൽ മറഞ്ഞ വഴിക്ക് അള്ളാഹുവിന് മാത്രമേ ഉപകാരവും ഉപദ്രവവും ചെയ്യാൻ കഴിയൂ എന്ന് മുജാഹിദ് പ്രസ്ഥാനം വിശ്വസിച്ചിരുന്നുവെന്നും, എന്നാൽ ആ വിശ്വാസം ദീർഘകാലത്തെ വിശ്വാസം തെറ്റായിരുന്നു. മറഞ്ഞ വഴിക്ക് ഉപകാരവും ഉപദ്രവവും ചെയ്യാൻ അള്ളാഹുവിന് മാത്രമല്ല തന്റെ ചില സൃഷ്ടികൾക്കും സാധിക്കുമെന്ന് മുജാഹിദ് പ്രസ്ഥാനം പറയുന്നത് ഇപ്പോൾ തന്നെ നമുക്കിവിടെ അനുഭവത്തിലൂടെ കാണാൻ സാധിക്കും. അവർ പ്രസംഗിച്ച ഒരു ഉദാഹരണം നമുക്കിവിടെ കാണാം. പിന്നെ സുഹൃത്തുക്കളെ, നമ്മളൊക്കെ മുമ്പ് പറഞ്ഞു ഈ സലാസുല്ലം ഞങ്ങളെ പഠിപ്പിച്ച എന്താ അറിയോ, മറഞ്ഞ മാർഗത്തിലൂടെ സഹായിക്കാൻ അള്ളാഹ്ക്ക് മാത്രമേ സഹായിക്കുള്ളൂ. അതുകൊണ്ട് സീർ മുഖേന നമ്മൾ സഹായിക്കുന്നു വിചാരിച്ചാൽ തെറ്റാവും. ഞാനൊക്കെ കുറെ കാലം വിശ്വസിച്ച് പ്രസംഗിച്ചിറങ്ങിയിരുന്നു. അള്ളാഹു എനിക്ക് പുറത്തു തരട്ടെ, ഞാനിപ്പോ പ്രാർത്ഥിക്കുകയാണ് ഇയാളെ കെണിയിൽ ഇസ്ലാഹി പ്രസ്ഥാനം രക്ഷപ്പെട്ടല്ലോ. തൗഹീദിന്റെ വിഷയത്തിൽ മുജാഹിദ് പ്രസ്ഥാനം സുന്നി വിഭാഗത്തിന്റെ ആശയം അംഗീകരിക്കുന്നതോടുകൂടി അടിസ്ഥാനപരമായ വലിയ ഒരു ഭിന്നതയ്ക്ക് പരിഹാരമാവുകയാണ്. ഈ സാഹചര്യത്തിലാണ് സുന്നി വിദ്യാർത്ഥി യുവജന സംഘടനാ നേതാക്കൾ ഈയിടെ കോഴിക്കോട് വാർത്താ സമ്മേളനത്തിൽ മുജാഹിദ് സംഘടനകൾ സുന്നി വിഭാഗത്തിന്റെ ആശയം അംഗീകരിച്ചു കഴിഞ്ഞ സ്ഥിതിക്ക് അവർക്ക് സുന്നി സംഘടനകളിൽ ലയിക്കാം എന്ന് വാർത്താ സമ്മേളനത്തിലൂടെ അറിയിച്ചത്. ഈ തീരുമാനത്തിന്റെ വെളിച്ചത്തിൽ തർക്കത്തിലിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഒരു മേശയ്ക്ക് ചുറ്റുവരുന്ന് സംസാരിച്ചാൽ സുന്നി വിഭാഗത്തിന്റെ വീക്ഷണങ്ങൾ അംഗീകരിക്കാൻ അവർക്ക് പ്രയാസപ്പെടേണ്ടി വരില്ല. മുജാഹിദ് പ്രസ്ഥാനം സുന്നി സംഘടനയിൽ ലയിക്കുകയാണെങ്കിൽ അതിന്റെ അനുബന്ധമാണ് ജമാഅത്തെ ഇസ്ലാമിയും തബ്ലീഗ് ജമാഅത്തും. വഴിയെ അവർക്കും ലയിക്കാനാകും. ഒരു മുസ്ലിങ്ങൾക്കിടയിലുള്ള ഭിന്നതയിൽ ഒരു പുതിയ ധ്രുവീകരണത്തിലൂടെ വഴിതെളിക്കുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ.